കുന്നംകുളം പോലീസിന്റെ മൂന്നാം മുറയിൽ നിർണായക അന്വേഷണ റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന്. പോലീസുകാർ സുജിത്തിനെ സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചുവെന്ന് കണ്ടെത്തൽ. സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് വഴിയിൽ നിർത്തിയും മർദ്ദിച്ചു. സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിലെത്തിച്ച് SIയുടെ നേതൃത്വത്തിൽ മർദ്ദനം നടന്നിട്ടുണ്ടാകും എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അഞ്ചാമത്തെ ഒരാളുണ്ടല്ലോ, അയാൾ എവിടെയും പരാമർശം കണ്ടില്ല. അയാൾക്കെതിരെ നിങ്ങൾക്ക് പരാതി എന്താണുള്ളത് നിലവില്? അയാൾക്കെതിരെയുള്ള പരാതി ആളെ വിഷ്വലി ആള് തല്ലണത് പെട്ടിട്ടില്ല എന്നാണ്. പക്ഷെ അത് സ്റ്റേഷന്റെ അടിയിൽ നിന്ന് മേലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ, ചൂരിലായിട്ട് കൊണ്ടുപോയ സംഭവത്തിൽ ആള് ഇവര് 5 ആൾ ഉൾപ്പെടെ നല്ല കൂട്ടടി അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ലാത്തി കൊണ്ട് കല്ലിനടിക്ക് അടിക്കാനും ആള് ഉണ്ടായിരുന്നതാണ്. ഷുഹൈർ ഡ്രൈവറായിരുന്നു. ജീപ്പ് ഓടിച്ചു വന്നിരുന്ന ആളായിരുന്നു ഡ്രൈവർ ഷുഹൈർ. ആള് ഈ ക്രൈമിൽ ആളെ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മുടെ ആവശ്യം. നിലവിലിപ്പോൾ വിഷ്വലില്ലാത്തൊരു കാരണം ആളെ മാറ്റി നിർത്തിയതാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് കോടതിയിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതിന്റെ ഹിയറിംഗ് നടന്നിട്ടില്ല, പറഞ്ഞുള്ളൂ, ഡേറ്റ് ആണ്. ലിഷോയ് ചേരുന്നു വിശദവിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ? വിശദമായി എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഈ സുജിത്തിന്റെ പരാതി വന്ന ശേഷമാണ് അന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ACP ആയിരുന്ന KC സേതു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ കൃത്യമായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മർദ്ദനം ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, അതിലെടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് ഈ സംഭവം ആദ്യം ഈ ഈ സുജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ ഉണ്ടായിരുന്ന യുവാക്കളും ഉൾപ്പെടെയുള്ളവരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് അവിടുത്തെ കുന്നംകുളം SIയും അതുപോലെ തന്നെ ഡ്രൈവറായിരുന്ന സുഹൈറും ഉൾപ്പെടെയുള്ളവരാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേരും അവിടെ വെച്ച് തന്നെ ഈ വസ്ത്രം വലിച്ചു കീറുകയും മർദ്ദിക്കുകയും ചെയ്തു. മാത്രമല്ല, വഴിയിൽ വെച്ചും, അതായത് വരുന്ന വഴിക്ക് ഒരു കടയുടെ മുൻപിൽ വെച്ച് വാഹനം നിർത്തുകയും അവിടെ നിന്ന് ശശിധരൻ കയറുകയും അവിടെ വീണ്ടും ഈ വാഹനത്തിനകത്ത് വെച്ച് ഈ ശശിധരൻ ഇയാളെ സുജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അതിനുശേഷം ഈ ഓഫീസിനകത്ത് നിന്ന് പല ഇടങ്ങളിലായി ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. ഇവർ പറയുന്ന CCTV ദൃശ്യങ്ങളിലെ കാര്യങ്ങൾ വ്യക്തമായി തന്നെ റിപ്പോർട്ടിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പരാതിക്കാരൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് ഉള്ളത്. ശരി, MS ലിഷോയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഈ റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നു. പോലീസുകാർ സുജിത്തിനെ സ്റ്റേഷനിൽ എത്തിച്ച് ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്നത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.